ഹലോ. ഇന്ന് വന്നിരിക്കുന്നത് നുഹൂർ ലേക്ക് കേട്ടോ. ഇന്നലെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ ലേക്ക് നുഹൂർ ലേക്ക് അല്ലായിരുന്നു കേട്ടോ. അത് സിറ്റി തന്നെയുള്ള ഒരു ചെറിയ ലേക്കായിരുന്നു. ഇതാണ് നുഹൂർ ലേക്ക്. ആക്ച്വലി നമ്മൾ പോയി വന്നിട്ട് ഒരു 2 വീക്സ് ഒക്കെ ആയി. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥലം മറന്നുപോയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്നലെ മിസ്റ്റേക്കായിട്ട് നുഹൂർ ലേക്കാന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത് ആ ഒരു ലേക്കിൻ്റെ അടുത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ റെസ്റ്റോറൻറ്റ് സ്പെല്ലിംഗ് നോക്കി, RAN അങ്ങനെയാണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സ്പെല്ലിങ്ങും വരുന്നത് കേട്ടോ. ചിലയിടത്തൊക്കെ RONT വരെ റെസ്റ്റോറൻറ്റ് അങ്ങനെ ടി ഉണ്ടാവും, ചിലയിടത്ത് ടി ഉണ്ടാവില്ല, N വരെ ഉണ്ടാവും. അങ്ങനെ കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ക്യൂസിൻ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിരുന്നു. അത് കാണുമ്പോൾ ഒരു ആശ്വാസം, അയ്യോ ഇന്ത്യൻ ഫുഡ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര പാടായിരുന്നു ഇവിടുത്തെ ഫുഡ് ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട്. പക്ഷേ നമ്മൾ ഇന്ത്യൻ ക്യൂസിൻ കണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഓരോരോ ക്യാബിൻ പോലെ ഓരോ സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് ഷോപ്സുകൾ അവിടെ ഉണ്ട് കേട്ടോ, കുട്ടികളെ പറ്റിക്കാനുള്ളത്, കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ ഓരോ സ്പോട്ടുകളുണ്ട്, അവിടെ പോയി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഫോട്ടോസ് എടുക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ തൂക്കി പിടിച്ച ഒരാൾ നിൽപ്പുണ്ടാവും. ആൾ നമ്മുടെ നിന്ന് പൈസ വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മൊബൈലോ അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫോട്ടോസ് എടുത്താൽ മതിയായിരിക്കും. ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോയി ഫോട്ടോ എടുക്കുമ്പോൾ അവിടെയൊക്കെ പെയ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഡിസംബർ മുതൽ ബോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയെന്നാണ് പറയുന്നത്. എന്തോ ഗവൺമെൻറ് ഇഷ്യൂസ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയെന്ന് പറയുന്നത്. നമ്മുടെ ചിലപ്പോൾ ടൂർ ഗൈഡൊന്നും പറയില്ല അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകും. പക്ഷേ അവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബോട്ടിംഗ് ഇല്ല, നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ തന്നെയുള്ളൊരു സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ നമ്മൾ കയറി കേട്ടോ. ഇതൊക്കെ ബക്ലാവ എന്നാണ് പറയുന്നത്. ഈ അസർബൈജാനിലെ മെയിൻ സ്വീറ്റാണ് ബക്ലാവ എന്ന് പറയുന്നത്. അതും ബക്ലാവ ഏറ്റവും നല്ല ബക്ലാവ കിട്ടുന്നത് ഗബാലയിലാണെന്ന് പറയുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നും കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. ഒരുപാട് സ്വീറ്റ്സ് ആണ് കേട്ടോ, ഫുള്ള് മധുരമാണ് ഇവിടെ എല്ലാ സംഭവങ്ങളിലും. പിന്നെ ലോക്കും എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെ ഒരു റബ്ബർ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. നമുക്കൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് നട്ട്സുകളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ റൗണ്ടിൽ കാണുന്ന മുഴുവനും ഇതാട്ടോ, ഫ്രൂട്ട്സ് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചേട്ടനായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അടിപൊളി ചേട്ടൻ.